ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണസദ്യയിലെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാനൊരു കപ്പ് കടല ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് തലേന്ന് രാത്രി. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അത്യാവശ്യം വെള്ളവും കൂടെ മുങ്ങാൻ പാകത്തിന്, കടല മുങ്ങാൻ പാകത്തിന് അത്യാവശ്യം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വിസിലടിപ്പിക്കുക. ഒരു 4 5 വിസിലടുപ്പിക്കണം. കടല വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് പിന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ കടല വെന്ത് കിട്ടത്തില്ല. ഇനി കഷ്ണങ്ങൾക്ക് വേണ്ടി ഞാനൊരു കഷ്ണം ചേനയും ഒരു 4 പച്ചക്കായും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കായ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് കടല ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഒരു വിസിലും കൂടെ അടുപ്പിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ വെള്ളം ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏതാണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകറി പല സ്റ്റൈലിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന രീതിയാണ്. നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലെ ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അത്യാവശ്യം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇനി അതിലേക്ക് അരപ്പിനാവശ്യമുള്ള തേങ്ങ ചിരകി ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ജീരകം കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ അധികം വെന്തൊടിയൊന്നും വേണ്ട, ഒന്ന് സെറ്റായാൽ മതി. ആ സമയത്ത് ഞാനിതാ താളിക്കാൻ വേണ്ടി കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ വറുത്ത് ചേർക്കുകയാണ്. നിങ്ങൾക്ക് വറ്റൽമുളകും കൂടെ ആവശ്യമുണ്ട്, എരിവ് കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പറയാൻ വിട്ടുപോയെന്ന്, ഞാനൊരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ സ്കിപ്പായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടെ താളിച്ചിട്ടതിന് ശേഷം കൂട്ടുകറി നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഞാനിതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കൂട്ടുകറിയുടെ റെസിപ്പി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള കൂട്ടുകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.